എല്ലാവർക്കും നമസ്കാരം. ഹൃദയനിർഭരം ധ്യാനത്തിൻ്റെ 75ാമത്തെ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് കേരളത്തിൻ്റെ റീജിയണൽ ഫെസിലിറ്റേറ്ററായ KU മോഹൻ അങ്കിളാണ്. നമസ്കാരം അങ്കിൾ. നമസ്തേ ഡോക്ടർ അജയ. ഇപ്പോൾ സെഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നമുക്കൊരു സെൻറ്ററിങ്ങിലൂടെ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ. മൃദുവായി കണ്ണുകൾ അടയ്ക്കുക. നമ്മുടെ ഹൃദയത്തിലുള്ള ദിവ്യ സാന്നിധ്യവുമായി സ്നേഹപൂർവം നമുക്ക് കണക്റ്റ് ചെയ്യാം. ഇനി ഈ ഒത്തുചേരലിൽ പങ്കെടുക്കുന്ന എല്ലാവരുടെയും ഹൃദയവുമായി സ്നേഹപൂർവം നമുക്ക് കണക്റ്റ് ചെയ്യാം. പരസ്പരം കണക്റ്റ് ചെയ്തിരിക്കുന്ന ഹൃദയനിർഭരമായ ഈ അവസ്ഥയിൽ നമുക്കൊരു പ്രാർത്ഥന ചെയ്യാം. നമ്മുടെ ഈ ഒത്തുചേരൽ എല്ലാവരുടെയും സമഗ്രമായ പുരോഗതിക്ക് അനുയോജ്യമാവട്ടെ എന്ന സങ്കല്പത്തിൽ പ്രാർത്ഥനാ നിർഭരമായി നമുക്ക് 2 മിനിറ്റ് ഇരിക്കാം. ഓക്കെ. ഇന്നത്തെ എപ്പിസോഡിൽ ഇന്നത്തെ ചോദ്യത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡ്, അതായത് 74ാമത്തെ എപ്പിസോഡിൽ കാലോസ്മി ഐ ആം ടൈം എന്നുള്ളൊരു കോൺസെപ്റ്റിനെ കുറിച്ചാണ് അങ്ങൾ വളരെ ഇൻ ഡെപ്തായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യണ്ടായി. അപ്പോൾ അതും ഭഗവത്ഗീതയിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ പറഞ്ഞതിനെ അടിസ്ഥാനമാക്കിയിട്ട്, അതുപോലെ ഹാർട്ട്ഫുൾനെസ്സിനെയും കണക്ട് ചെയ്തിട്ട്, ഹാർട്ട്ഫുൾനെസ്സിലെ ഡീപ്പ് ഫിലോസഫി ഫ്രം ദ ടൈം ഓഫ് ക്രിയേഷൻ അതിനെ കണക്ട് ചെയ്തിട്ടെങ്കിൽ വളരെ ഡീറ്റെയിലായി എക്സ്പ്ലെയിൻ ചെയ്തു. അപ്പോൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞ മാതിരി തന്നെ ഭഗവത്ഗീതയെ കുറിച്ച് ഒരുപാട് എംഫസൈസ് ചെയ്യുന്നുണ്ട് ഹാർട്ട്ഫുൾനെസ്സിൽ. അതുപോലെ ദാജിയും ലോർഡ് കൃഷ്ണനെ കുറിച്ച് പല ആസ്പെക്ട്സിലും കോട്ട് ചെയ്യുന്നുണ്ട്, മെസ്സേജസിലായാലും. അപ്പം പല ആസ്പെക്റ്റിലും പല പല സെഷൻസും ഒക്കെ ഉണ്ടെങ്കിൽ തന്നെ ഈ ഹാർട്ട്ഫുൾനെസ്സും ഭഗവത്ഗീതയായിട്ട് എന്താണ് ഒരു ക്രൂഷ്യൽ ആയിട്ടുള്ളൊരു കണക്റ്റിംഗ് ലിങ്ക് എന്ന് പറയില്ലെങ്കിൽ, നമുക്ക് എല്ലാത്തിലും നമുക്ക് കണക്ട് ചെയ്യുമ്പോൾ പലതിൻ്റെ മീനിങ്സ് നമുക്ക് ഭഗവത്ഗീതയിലുള്ളത് ഹാർട്ട്ഫുൾനെസ്സിലുള്ള പ്രാക്ടീസസിൻ്റെ പല പല റിഫ്ലക്ഷൻസ് ഭഗവത്ഗീതയിലും കാണാൻ സാധിക്കുന്നുണ്ട്. പക്ഷെ ഇത് രണ്ടും തമ്മിലുള്ള ഒരു ക്രിട്ടിക്കൽ ആയിട്ടുള്ളൊരു കണക്റ്റിംഗ് ലിങ്ക് എന്ന് പറയുന്നത് എന്താണ്? അതാണ് ഇന്നത്തെ ചോദ്യം. ഓക്കെ, വെൽ, ഇതും വളരെ റെലവൻ്റ് ആയിട്ടുള്ള ആരെങ്കിലും നമ്മളോട് ചോദിച്ചാൽ അല്ലേ, നമ്മൾ എന്തു പറയും? എന്തുകൊണ്ടാണ് ഭഗവത്ഗീതയ്ക്ക് നിങ്ങൾ ഇപ്പോൾ ഇത്രയധികം ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഹാർട്ട്ഫുൾനെസ് ചോദിച്ചാൽ അല്ലേ, ആ അർത്ഥത്തിലും ഇതിനൊരു പ്രാധാന്യമുണ്ട്. ദാജി ആവർത്തിച്ച് നമ്മൾ ഭഗവത്ഗീതയെക്കുറിച്ചുള്ള റെഫറൻസ് പറയുമ്പോൾ പറയുന്ന കാര്യമാണ്, പല സ്പീച്ചസിലും അത് റിപ്പീറ്റ് ചെയ്ത് പറയുന്നുണ്ട്. ഭഗവത്ഗീതയിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ അദ്ദേഹത്തിൻ്റെ ഇമെയിൽ ID-യും റെസിഡൻഷ്യൽ അഡ്രസ്സും പബ്ലിക്കായിട്ട് പറയുന്നു. എന്നിട്ട് അദ്ദേഹം പറയും, ഹൃദയമേ പശ്യസി എന്ന്. എല്ലാ ജീവാത്മാവിൻ്റെയും ഹൃദയത്തിലാണ് ഞാൻ വസിക്കുന്നത് എന്നല്ല അതിൻ്റെ അർത്ഥം. അപ്പോൾ ഭഗവത്ഗീതയുടെ ആദ്യത്തെ അധ്യായം എന്താണ്? അർജുന വിഷാദയോഗം. അപ്പോൾ യുദ്ധത്തിൽ 2 സേനകളെയും കണ്ട് അർജുനന് വിഷാദം ബാധിക്കുക. കാരണം ഓപ്പോസിറ്റ് നിൽക്കുന്നത് പിതാമഹൻ
അമ്മാവൻ, അതുപോലെ സുഹൃത്തുക്കൾ, ബന്ധുക്കൾ, കൂട്ടുകാരൊക്കെയാണ്. അപ്പോൾ യുക്തിയുക്തം യുദ്ധം ചെയ്യാതിരിക്കേണ്ട കാര്യങ്ങളാണ് അർജുനൻ ശ്രീകൃഷ്ണനോട് പറയുന്നത്. അതായത് ഈ ബന്ധുജനങ്ങളെയും സുഹൃത്തുക്കളെയും ഒക്കെ കൊന്നതിന് ശേഷം ഈ രാജ്യം നേടുന്നതിനേക്കാൾ നല്ലത് ഭിക്ഷാടനം എടുത്ത് ജീവിക്കുന്നതാണ്. വളരെ യുക്തിപൂർവ്വമല്ലേ പറയും. പിന്നീട് അങ്ങോട്ട് പല യുക്തികളോടും കൂടിയിട്ട് യുദ്ധത്തിൽ നിന്ന് പിന്മാറാനുള്ള കാര്യങ്ങളാണ് പറയുന്നത് അദ്ദേഹം. അപ്പോൾ ആദ്യത്തെ അധ്യായത്തിൽ മുഴുവൻ ഇതാണ്. അതോടൊപ്പം തന്നെ അർജുനൻ വിഷാദത്തിലാണ്. അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് കൈയും കാലൊക്കെ വിറയ്ക്കുന്നു, കയ്യിൽ നിന്ന് വില്ല് താഴെ വീണിരിക്കുന്നു. ആ അവസ്ഥയിലാണ് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് അർജുനനെ ഇതിൽ നിന്ന് പിന്തിരിച്ച് കർമ്മനിരതനാക്കേണ്ട ആവശ്യകതയുണ്ട്. അപ്പോൾ 2-ാം അധ്യായത്തിലാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ സംസാരിച്ചു തുടങ്ങുന്നത്. അപ്പോൾ ഈ അർജുനൻ പറയുന്ന കാര്യങ്ങൾ മുഴുവൻ കേട്ടതിന് ശേഷം അദ്ദേഹം ആദ്യം തുടങ്ങുകയാണ്. അപ്പോൾ ആദ്യം തന്നെ അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ഭഗവത്ഗീതയിലെ ഫേമസ് ആയിട്ടുള്ള ശ്ലോകമാണ്. അശോച്യാനന്യ ശോചസ്ത്വം പ്രജ്ഞാവാദാംശ്ച ഭാഷസി ഗതാസൂന ഗതാസുംശ്ച ന അനുശോചന്തി പണ്ഡിത. ന അനുശോചന്തി പണ്ഡിത. പണ്ഡിതന്മാർ അനുശോചിക്കുന്നില്ല അർജുന. പണ്ഡിതന്മാർ ദുഃഖിക്കുന്നില്ല. നീ ദുഃഖിക്കപ്പെടേണ്ടാത്ത ആളുകളെ കുറിച്ച് ഓർത്ത് ദുഃഖിക്കണോ? എന്നാലോ പണ്ഡിതന്മാരെ പോലെ സംസാരിക്കണം. മരിച്ചവരെ കുറിച്ചോ മരിക്കാനുള്ളവരെ കുറിച്ചോ മഹാന്മാർ ദുഃഖിക്കുന്നില്ല അർജുന എന്ന് പറയും. നമ്മുടെയൊക്കെ സാധാരണ അവസ്ഥയാണ് പണ്ഡിതന്മാരെ പോലെ സംസാരിക്കും, പക്ഷെ ചെറിയൊരു കാര്യം കിട്ടിയാൽ ആകെ നമ്മൾ അസ്വസ്ഥരാണ്. അതാണ് അർജുനൻ്റെ അവസ്ഥ. അത് കഴിഞ്ഞിട്ട് ഇത് ഇങ്ങനെയാണ് തുടങ്ങുന്നത്. തത്വചിന്ത ഭഗവാൻ അവതരിപ്പിക്കുന്ന ഈ ശ്ലോകത്തോടു കൂടിയാണ്, സാംഖ്യവും. അത് കഴിഞ്ഞ് ജീവിതത്തിൻ്റെ തത്വം പറയുന്നു പല പല ശ്ലോകങ്ങളിലൂടെ. അപ്പോൾ ധർമ്മവും കർമ്മവും തമ്മിൽ എങ്ങനെ അനുനയിപ്പിക്കണം, എങ്ങനെ കർമ്മമേഖലയിൽ നമ്മൾ കർമ്മനിരതനാവണം എന്നുള്ളതിനെക്കുറിച്ച് പറയണം. ഇതൊന്നും കേട്ടിട്ടും ഉണരാത്ത അർജുനൻ്റെ അടുത്ത് ഭഗവാൻ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ വിശ്വരൂപ ദർശനമാണ്. പിന്നെ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന വിരാട് രൂപം നമ്മൾ പറഞ്ഞില്ലേ, അത് കാണിക്കും. വിരാട് രൂപം കണ്ട് പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഈ രൂപം കണ്ടിട്ട് അർജുനൻ അന്താളിച്ചു പോയി, ഭയപ്പെട്ടു. അർജുനൻ പറഞ്ഞു, ഭഗവാനെ അങ്ങയുടെ പഴയ മോഹന രൂപത്തിലേക്ക് മടങ്ങിപ്പോയാലും ഇതെനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല എന്ന്. അപ്പോഴേക്കും അർജുനൻ മെൽറ്റായി തുടങ്ങി. ഭഗവാൻ പഴയ മോഹന രൂപത്തിലേക്ക് വന്നു. അപ്പോഴാണ് അർജുനൻ പറഞ്ഞു, കരിഷ്യേ വചനം തവ. അങ്ങയുടെ ഓരോ വാക്കുകളും ഒരു ആജ്ഞ പോലെ ഞാൻ പാലിക്കുന്നതായിരിക്കും ഇനിയും. ഞാൻ സുഹൃത്തായിട്ടും അതുപോലെ എൻ്റെ ഭാര്യയുടെ സഹോദരനാണല്ലോ, അളിയൻ ആയിട്ടുമൊക്കെ കണ്ടിരുന്ന അങ്ങ്, കൂട്ടുകാരനായിട്ട് കണ്ടിരുന്ന ആള്, പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന പരമാത്മാവാണ്, ഈശ്വരനാണ് എന്ന് ഞാൻ തിരിച്ചറിയുന്നു. അതുകൊണ്ട് അങ്ങയുടെ എല്ലാ ആജ്ഞകളും ഞാൻ ഇനി പാലിക്കും. അത് കഴിഞ്ഞിട്ടാണ് അർജുനൻ വളരെ പ്രസക്തമായൊരു ചോദ്യം ചോദിക്കുന്നു. എനിക്ക് അങ്ങയെ മനസ്സിലായി, ഭാവി തലമുറ അങ്ങയെ എങ്ങനെ അറിയും എന്നാണ് ചോദ്യം. അതിന് മറുപടിയായിട്ടാണ് ഈ ദാജി പറയുന്നത്, ഹൃദയമേ പശ്യസി. ശ്ലോകതാണ്, ഈശ്വര സർവഭൂതാനാം ഹൃദ്ദേശേ അർജുന തിഷ്ഠതി ബ്രാഹ്മയൻ സർവഭൂതാനി യന്ത്രാരൂഢാനി മായയാം. ജീവാത്മാവ് അതിൻ്റെ ഹൃദയത്തിലേക്ക് തിരിഞ്ഞാൽ ഞാനവിടെ ഉപവിഷ്ടനായിരിക്കും അർജുന. അതാണ് ദാജി ഭഗവാൻ ശ്രീകൃഷ്ണൻ അദ്ദേഹത്തിൻ്റെ ഇമെയിൽ ഐ ഡി റെസിഡൻഷ്യൽ അഡ്രസ്സും പറയുന്നു എന്ന് പറയാൻ കാരണം ഹൃദയമാണത്. ഇപ്പം ഹൃദയത്തിലാണ് ഈശ്വരൻ എന്നുള്ളതാണ് ഭഗവത്ഗീത ആവർത്തിച്ച് പറയുന്നത്. ജീവിതകാലം മുഴുവൻ നമ്മൾ ഈ ഹൃദയത്തിലുള്ള സത്തയെ പുറത്തന്വേഷിക്കുന്നു അല്ലേ. അപ്പോൾ
ആത്മാവ് നമ്മുടെ ഹൃദയത്തിൽ വസിക്കുന്നു, നമുക്ക് ജീവൻ തരുന്നു. അങ്ങനെ ജീവൻ തരുന്ന നമുക്ക് ഏറ്റവും ക്ലോസ് ആയിട്ട് നമ്മുടെ ഹൃദയത്തിലിരിക്കുന്ന ആ സത്തയെ ജീവിതകാലം മുഴുവൻ നമ്മൾ പുറത്ത് അന്വേഷിക്കുമ്പോൾ എന്ത് സംഭവിക്കും? നമ്മുടെ കൂടെ ജീവിതകാലം മുഴുവൻ താമസിച്ചിട്ടുള്ള ഒരാൾ നമ്മളെ മനസ്സിലാക്കിയില്ലെങ്കിൽ എന്താ ഉണ്ടാവുക? കുറേ കഴിയുമ്പോൾ നമ്മൾ ശത്രുക്കളായി മാറും. അതുപോലെ ആത്മാവ് നമ്മുടെ ശത്രുവായിട്ട് മാറും. അപ്പോൾ ആത്മാവ് ഇനി ഈ ശരീരത്തിലിരുന്നിട്ട് ഒന്നും ചെയ്യാനില്ല എന്ന് മനസ്സിലാക്കി അത് രോഗങ്ങളും വാർദ്ധക്യമൊക്കെ സൃഷ്ടിച്ച് നിന്ന് പുറത്തേക്ക് കിടക്കാൻ നോക്കും, മറ്റൊരു ശരീരത്തിലേക്ക് പോകാൻ. അപ്പോൾ കാരണം എന്താണ്? ഉള്ളിലിരിക്കുന്ന സത്തയെ നമ്മൾ പുറത്ത് അന്വേഷിക്കണം. ലാലാജി മഹാരാജ് പറയും, നിങ്ങൾ വിഷ്ണുവിനെ ആരാധിക്കുന്നു പുറത്ത്. വിഷ്ണുവിൻ്റെ നിലവാരം എന്താണെന്ന് നിങ്ങൾക്കറിയില്ല, നിങ്ങളുടെ നിലവാരം എന്താണെന്ന് അറിയില്ല. ഇതൊന്നും അറിയാതെ വിഷ്ണുവിൻ്റെ വീക്ഷണകോണിലൂടെ കണ്ട് വിഷ്ണുവിനെ നിങ്ങൾ ആരാധിക്കുന്നു പുറത്ത്. അപ്പം എന്ത് സംഭവിക്കുന്നു വെച്ചാൽ വിഷ്ണു രുദ്രനായിട്ട് മാറി നിങ്ങളെ നശിപ്പിക്കുന്നു എന്നാണ് അദ്ദേഹം പറയും. അതായത് ആജി തമാശ രൂപത്തിൽ പറയും, നിങ്ങളുടെ ഭാര്യ നിങ്ങളുടെ വീട്ടിലുണ്ട്, ഭാര്യ നിങ്ങളുടെ അടുത്ത പുറത്തുള്ള ഒരു ഷോപ്പിംഗ് മാളിൽ അന്വേഷിച്ച് എന്ത് സംഭവിക്കും? ഭാര്യ നിങ്ങളുടെ ശത്രുവായിട്ട് മാറും, അത് ഡൈവോഴ്സിൽ കലാശിക്കും. അപ്പോൾ വാസ്തവത്തിൽ വിഷ്ണു രുദ്രനായിട്ട് വന്ന് നമ്മളെ നശിപ്പിക്കുന്നൊന്നുമില്ല. എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഉള്ളിലുള്ള സത്തയെ നമ്മൾ പുറത്ത് അന്വേഷിക്കുന്ന സമയത്ത് യാഥാർത്ഥ്യത്തിൽ നിന്ന് നമ്മൾ വിട്ടുപോകുന്നു. യാഥാർത്ഥ്യത്തിൽ നിന്ന് വിട്ടുപോയ ഒരു മായാലോകത്തിലാണ് നമ്മൾ, ഒരു ഇല്യൂഷനിലാണ്. ആ മായയാണ് നമ്മളെ നശിപ്പിക്കുന്നത്. അപ്പോൾ ഭഗവത്ഗീതയിൽ യഥായഥാഹി ധർമ്മസ്യ എന്ന് പറഞ്ഞ ശ്ലോകമുണ്ട്. അതായത് അധർമ്മികൾ പെരുകുമ്പോൾ, ധർമാധർമ്മങ്ങൾ തമ്മിലുള്ള ബാലൻസ് നഷ്ടപ്പെടുമ്പോൾ യുഗങ്ങൾ തോറും ഞാൻ അവതരിക്കുന്നു. എന്തിനാണ്? അധർമ്മികളെ നശിപ്പിക്കാനും സാധുജനങ്ങളെ സംരക്ഷിക്കാനും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ പുറത്ത് അന്വേഷിക്കണം. അപ്പോൾ പുറത്ത് ഈശ്വരൻ അവതാരമായിട്ട് വരുന്നത് നമ്മളെ നശിപ്പിക്കാനാണ്. അപ്പോൾ പുറത്ത് അന്വേഷിക്കുക എന്നുള്ളത് ആ അർത്ഥത്തിൽ അധർമ്മമാണ്. അതുകൊണ്ട് ഈശ്വരനെ നമ്മൾ പുറത്ത് അന്വേഷിക്കുമ്പോൾ അദ്ദേഹം നമ്മളെ സംഹരിക്കാനാണ് വരിക. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞില്ലേ നരസിംഹാവതാരത്തിൻ്റെ കഥ. അപ്പോൾ ജീവിതകാലം മുഴുവൻ ഈ ആന്തരിക സത്തയെ നമ്മൾ ബാഹ്യമായി അന്വേഷിക്കണം എന്നുള്ളതാണ് ഏറ്റവും വലിയ, ഇതാണ് ഭഗവത്ഗീതയുടെ ഏറ്റവും വലിയ സത്ത. ഇനി ഹൃദയത്തിൽ ഈ സത്തയെ നമ്മൾ ഉറപ്പിച്ചു കഴിഞ്ഞാൽ നമ്മളെ കർമ്മമേഖല എങ്ങനെയായിരിക്കണം? കാരണം എന്താണ്? കർമ്മത്തിൽ നിന്ന് നമുക്ക് പിന്മാറാൻ സാധ്യമല്ല. ആത്മാവ് എന്ന് പറഞ്ഞാൽ അത് പ്ലസ് മൻ എന്നാണ്. അതായത് ചിന്തയും ചലനവുമാണ്. അപ്പം ചലനത്തിലാണ് ശരീരം നിലനിൽക്കുന്നത്, അതായത് കർമ്മത്തിലാണ് ശരീരം നിലനിൽക്കുന്നത്. അപ്പോൾ ഹൃദയത്തിൽ ഈ ദിവ്യത്വത്തെ, ഈശ്വരനെ പ്രതിഷ്ഠിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് നമ്മുടെ കർമ്മമേഖല എന്നുള്ളതാണ് അടുത്ത ഭാഗം. അതിനാണ് പ്രധാനപ്പെട്ട മറ്റൊരു ശ്ലോകം, കർമ്മണ്യേവാധികാരസ്തേ മാ ഫലേഷു കദാചന മാ കർമ്മബലഹേതുർഭൂ മാതോ സംഖ്യസ്തു കർമ്മണി എന്നുള്ള ശ്ലോകം. അപ്പോൾ കർമ്മം ചെയ്യാൻ മാത്രമേ അർജുന നിനക്ക് അധികാരമുള്ളൂ, കർമ്മബലത്തിൽ നിനക്ക് അധികാരമില്ല എന്ന് പറയാം. ഇത് ദാജി പറയും ഭഗവത്ഗീതയിലെ ഏറ്റവും തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു ശ്ലോകമാണ്. കാരണം എന്താ വെച്ചാൽ ഭഗവത്ഗീതയുടെ സമയത്ത് കർമ്മം എന്നുള്ള വാക്കിന് എന്തായിരുന്നു അർത്ഥം? അതല്ല ഇന്നുള്ളത്. അപ്പോൾ ഇപ്പം നമ്മൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ നമ്മളെ വീട്ടിൽ പണിയെടുക്കുന്ന ഒരാൾ പണിയെടുത്തു, സന്ധ്യ നേരത്തെ ആൾ കൂലി ചോദിക്കുമ്പോൾ നമ്മൾ പറയണം കർമ്മണ്യവാധികാരസ്ഥേ, കർമ്മം ചെയ്യാൻ മാത്രമേ നിനക്ക് അധികാരമുള്ളൂ, കർമ്മബലത്തിൽ അധികാരമില്ല എന്ന് പറഞ്ഞാൽ അത് വർക്ക് ചെയ്യോ? അത് ശ്രമമാണത്. അപ്പോൾ അന്ന് ഭഗവത്ഗീത കാലത്ത് കർമ്മം എന്നുള്ള വാക്കിന്
സത്കർമ്മം എന്നാണ് അർത്ഥം. അതായത് നമ്മളെ സത്തിലേക്ക് നയിക്കുന്ന കർമ്മം. സത്തിലേക്ക് നയിക്കുക എന്ന് പറഞ്ഞാൽ ആത്മാവിലേക്ക് നയിക്കുന്ന കർമ്മം എന്നാണ് സത്കർമ്മം എന്ന് വെച്ചാൽ. സത്ത് എന്ന് വെച്ചാൽ ആത്മാവല്ലേ. ആത്മാവിലേക്ക് നയിക്കുന്ന കർമ്മം എന്താണ്? ധ്യാനം അല്ലെങ്കിൽ ഈശ്വര സാക്ഷാത്കാരത്തിനുള്ള പ്രവൃത്തിയാണ്. അപ്പോൾ ഈശ്വര സാക്ഷാത്കാരം എന്നുള്ള പ്രവൃത്തിയിൽ നമ്മൾ മുഴുകിയിരിക്കുമ്പോൾ അതിന് നമുക്ക് ഫലം പ്രതീക്ഷിക്കാൻ സാധ്യമല്ല. എന്തുകൊണ്ടാണ്? ഈശ്വരനുമായിട്ടൊരു ക്രയവിക്രയം നമുക്ക് സാധ്യമല്ല. അവിടെ ശരണാഗതി ഭാവത്തിൽ നമുക്ക് കാത്തിരിക്കാനും സാധിക്കില്ല. അപ്പോൾ മറ്റതെല്ലാം ശ്രമമാണ്. അപ്പോൾ ശ്രമം കർമ്മം എന്താണെന്ന് നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കണം. ഇപ്പോൾ നമ്മളൊരു ഓഫീസിൽ വർക്ക് ചെയ്യണു, ഒരു പ്രൊമോഷൻ പ്രതീക്ഷിക്കുന്നു, അത് ശ്രമമാണ്. അത് കർമ്മണ്യവാധികാരത്തെ എന്നുള്ള ശ്ലോകം അവിടെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പോൾ ഇനി പ്രധാനപ്പെട്ട സംഗതി എന്താ വെച്ചാൽ കർമ്മമായാലും ശ്രമമായാലും അതിന് ഫലമുണ്ട്. കാരണം എന്താ? കർമ്മഫലം എന്ന് പറഞ്ഞാൽ സംസ്കാരം എന്നല്ല നമ്മൾ പറയാം. ഹാർട്ട്ഫുൾനെസ്സിൽ നമ്മൾ സംസ്കാരങ്ങളെ കൊണ്ട് ജനിക്കുന്നു, സംസ്കാരങ്ങളെ കൊണ്ട് മരിക്കുന്നു. സംസ്കാരങ്ങൾ നീക്കം ചെയ്യുമ്പോൾ ജനനമരണ ചക്രത്തിൽ നിന്ന് നമ്മൾ പുറത്തു കിടക്കുന്നു, മോക്ഷപ്രാപ്തി. അപ്പോൾ കർമ്മഫലം എന്ന് പറയുന്നത് സംസ്കാരമാണ്. അപ്പോൾ ശ്രമമായാലും കർമ്മമായാലും അതിന് ഫലമുണ്ട്. അപ്പോൾ കർമ്മഫലത്തിലാണ് ഇപ്പോൾ ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം എന്താ വെച്ചാൽ കർമ്മത്തിൻ്റെ ഫലം കർമ്മം ചെയ്യാനുള്ള പ്രേരണയാവരുതെന്നാണ്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് കർമ്മം ചെയ്യാം? കർമ്മത്തിന് ഫലമുണ്ട്, ശ്രമത്തിനും ഫലമുണ്ട്. കർമ്മഫലത്തിലാണ് നമ്മൾ ശ്രദ്ധയെങ്കിൽ അത് നമ്മളിൽ സംസ്കാരം ഉണ്ടാക്കും. അപ്പോൾ ഈ കർമ്മത്തിൻ്റെ ഫലം മറ്റുള്ളവർക്കാണ്. അതുകൊണ്ടാണ് നമ്മുടെ എല്ലാ കർമ്മങ്ങളും നമ്മൾ സേവനമാക്കി മാറ്റണം. ഇപ്പോൾ ഭഗവത്ഗീതയിലെ സാധാരണ ആളുകൾ പറയും, ഭഗവത്ഗീതയുടെ ഒറ്റ വാക്കിൽ അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗീത എന്നുള്ള വാക്ക് തിരിച്ചിട്ടാൽ മതി, ത്യാഗം എന്നാവും. ത്യാഗം കർമ്മഫലത്തെ ത്യജിക്കാനാണത് പറയുന്നത്. ആ ത്യാഗം എന്ന് പറയുന്നത് കർമ്മത്തിൻ്റെ ഫലം ത്യജിക്കാനാണ്. അതുകൊണ്ടാണ് ധ്യാനത്തിന് ഭഗവത്ഗീതയിലെ ഡെഫിനേഷൻ കൊടുത്തിരിക്കുന്നത് അറിയോ? ധ്യാനം കർമ്മഫലത്യാഗം, ത്യാഗാത് ശാന്തി അനന്തരം എന്നാണ്. ധ്യാനം എന്ന് പറഞ്ഞാൽ കർമ്മഫലങ്ങളെ ത്യജിക്കാനുള്ള പ്രക്രിയയാണ്. അതായത് നമ്മൾ ധ്യാനിക്കുമ്പോൾ നമ്മളിൽ നിന്ന് പുറത്തു പോകുന്ന ചിന്തകളില്ല, അത് കർമ്മഫലങ്ങളുടെ ത്യാഗമാണ്. അതിൻ്റെ ഫലമായിട്ട് നമുക്ക് എന്താ അനുഭവപ്പെടുക? ശാന്തി അനന്തരം, ശാന്തിയാണ്. അപ്പോൾ ഗീതയുടെ അർത്ഥം ത്യാഗം എന്നാണ്. എന്താണ് ത്യജിക്കുന്നത്? കർമ്മഫലങ്ങളിലെയാണ് നമ്മൾ ത്യജിക്കുന്നത്, കർമ്മത്തെ അല്ല. കർമ്മത്തിൽ നമുക്ക് പിന്തിരിയാൻ സാധ്യമല്ല, കാരണം ശരീരം കർമ്മത്തിലേ നിലനിൽക്കൂ. സംസ്കാരങ്ങളുടെ ഭോഗത്തിന് വേണ്ടിയിട്ടാണ് കർമ്മം, അത് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ അവിടെയും ഒരു ത്യാഗമാണ് വാസ്തവത്തിൽ സംഭവിക്കുന്നത്. അപ്പോൾ എല്ലാ കർമ്മങ്ങളിലും നമുക്ക് ഒരു സേവനത്തിൻ്റെ ഓറിയൻറ്റേഷൻ വേണം. നമ്മൾ മുമ്പൊരിക്കൽ പറയുണ്ടായി, ഗൃഹസ്ഥാശ്രമമാണെങ്കിലും നമ്മുടെ സേവനം സ്നേഹവും ആവശ്യമുള്ള കുറേ ആത്മാക്കൾ നമ്മുടെ ചുറ്റും വന്നിട്ടുണ്ട്. അവർക്കുള്ള സേവനമാണ് ഗൃഹസ്ഥാശ്രമ ജീവിതം എന്ന് പറഞ്ഞാൽ. നമ്മൾ ഒരു ജീവിത ഉപാധിയായിട്ട് ജോലി സ്വീകരിക്കാൻ നിൽക്കുക, അപ്പോഴും അതിന് സേവനത്തിൻ്റെ ഒരു ഓറിയൻറ്റേഷൻ നമ്മൾ കൊടുക്കണം. നമ്മൾ പറഞ്ഞ എല്ലാ ജോലികളെയും സർവീസ് എന്നാ പറയാം. അതിതാ കാരണം. അതുപോലും നമുക്ക് കർമ്മഫലങ്ങളെ ത്യജിക്കാനുള്ള ഒരവസരമാണ്. അപ്പോൾ ഇനി ഈശ്വര സാക്ഷാത്കാരത്തിന് വേണ്ടിയുള്ള ധ്യാനമാണെങ്കിലും ഫലം നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ല, കാരണം ഈശ്വരനായിട്ടുള്ള ക്രയവിക്രയം സാധ്യമല്ല. അപ്പോൾ ഈ എല്ലാ കർമ്മ മേഖലയിലും നമ്മൾ ബോധപൂർവം ഒരു സർവീസ് ഓറിയൻറ്റേഷൻ, സേവന മനോഭാവം കൊണ്ടുവരികയാണെങ്കിൽ അതാണ് ഭഗവത്ഗീതയുടെ അർത്ഥം ത്യാഗം എന്ന് പറയുന്നത്. ഹാർട്ട്ഫുൾനെസ്സിലോ അത് വളരെ എളുപ്പമാണ്. നമ്മളോട് എല്ലാ കാര്യങ്ങളും നിരന്തര സ്മരണയിൽ ചെയ്യാനാണ് പറയുന്നത്, അല്ലേ? എന്താണ് നിരന്തര സ്മരണ എന്ന് പറഞ്ഞാൽ? നമ്മുടെ ഹൃദയത്തിനെ മാസ്റ്റർ ഹൃദയമായിട്ട് കണക്ട് ചെയ്യുക, എന്നിട്ട് അദ്ദേഹത്തിനെ നമ്മുടെ ഹൃദയത്തിൽ പ്രതിഷ്ഠിക്കുക. എന്നിട്ട് മാസ്റ്റർ അദ്ദേഹത്തിന് വേണ്ടി അദ്ദേഹം തന്നെ
അദ്ദേഹത്തിൻ്റെ സ്മരണയിൽ ചെയ്യുന്നു എന്നാണ് നമ്മളോട് വിചാരിക്കാൻ പറഞ്ഞത്. അപ്പോൾ കർമ്മഫലത്യാഗമാണ് അവിടെ വരുന്നത് അല്ലേ. അപ്പോൾ ബാബുജി മഹാരാജ് പറയും, ഒരു പ്രിസെപ്റ്റർ വർക്ക് ചെയ്യുന്ന സമയത്ത് ആദ്യത്തെ സങ്കല്പം എന്താണ്? നമ്മളിരിക്കുന്ന സ്ഥലത്ത്, പ്രിസെപ്റ്റർ ഇരിക്കുന്ന സ്ഥലത്ത് മാസ്റ്റർ ഇരിക്കുന്നു എന്നല്ല സങ്കല്പിക്കുക. അതായത് ഈ കർമ്മത്തിൻ്റെ ഫലം ഒരിക്കലും നമ്മളെ ബാധിക്കാത്ത രീതിയിലാണ് അദ്ദേഹം തന്നെ പ്രവർത്തിക്കണമെന്നുള്ള നിരന്തര സ്മരണയിൽ നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും ഉദാത്തമായ പ്രവൃത്തിയാണ് പ്രിസെപ്റ്റർ വർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യത്തെ തോട്ട് തന്നെ അതാണ്. അതിൻ്റെ പിന്നിലുള്ള ഐഡിയ ഇതാണ്, ഈ ത്യാഗം അല്ലെങ്കിൽ സേവന മനോഭാവം. ഇനി ബാബുജി മഹാരാജ് പറഞ്ഞു, ധ്യാനം തന്നെ എപ്പോഴാണ് ഏറ്റവും മനോഹരമാവുക? നമ്മൾ ധ്യാനിക്കാനിരിക്കുമ്പോൾ നമ്മുടെ സ്ഥാനത്ത് നമ്മുടെ മാസ്റ്റർ ഇരുന്ന് ധ്യാനിക്കുന്നു. അദ്ദേഹത്തിൻ്റെ രൂപത്തിലും സത്തയിലും അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ അദ്ദേഹത്തെ പ്രതിഷ്ഠിച്ച് അതിലാണ് ധ്യാനിക്കുന്നത് എന്ന് വിചാരിക്കാനാണ് പറയുന്നത്. അപ്പോൾ അപ്പോഴാണ് ഏറ്റവും ഉദാത്തമായ ധ്യാനമായി മാറുന്നത്. നമ്മളെല്ലാം ധ്യാനിക്കണം എന്നുള്ള സങ്കല്പം കൊണ്ടുവരുന്നുണ്ട്. അതൊക്കെ ഐഡിയ എന്താണ്? സേവനമാക്കി മാറ്റുക. ഈശ്വര സാക്ഷാത്കാരത്തിൻ്റെ പ്രവൃത്തിയിലും സാധാരണ പ്രവൃത്തിയിലും നിരന്തര സ്മരണയിൽ ചെയ്യുന്ന സമയത്ത് നമ്മളോട് പറഞ്ഞിട്ടുണ്ട് എന്താണ്? സംസ്കാരങ്ങൾ ഉണ്ടാവുന്നില്ല. അദ്ദേഹത്തിന് വേണ്ടി അദ്ദേഹം തന്നെ അദ്ദേഹത്തിൻ്റെ സ്മരണയിൽ ചെയ്യണമെന്ന് നമ്മൾ വിചാരിക്കുന്നത്. അപ്പോഴാണ് ഉദാത്തമായ കർമ്മമായി മാറുന്നത്. ഇപ്പോൾ ഭഗവത്ഗീതയിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ പറയുന്നത്, എന്നെ സ്മരിച്ചുകൊണ്ട് നീ യുദ്ധം ചെയ്യൂ അർജുന. ഈ യുദ്ധത്തിൻ്റെ ഫലപ്രാപ്തി എന്താന്ന് നീ നോക്കണ്ട, അത് നീ എനിക്ക് വിടൂ. ആ കർമ്മഫലം നീ എനിക്ക് സമർപ്പിച്ചുകൊണ്ട് എന്നെ സ്മരിച്ചുകൊണ്ട് യുദ്ധം ചെയ്യുന്നു. ഹാർട്ട്ഫുൾനെസ്സിൽ നമ്മൾ എന്താ പറയണത്? മാസ്റ്ററെ ഹൃദയത്തിൽ പ്രതിഷ്ഠിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ സ്മരണയിൽ എല്ലാ കർമ്മങ്ങളും ചെയ്യാനാണ് പറയുന്നത്. ബാബുജി മഹാരാജ് പറയുന്നുണ്ട്, നിരന്തര സ്മരണയിലല്ലാതെ ചെയ്യേണ്ട യാതൊരു കർമ്മങ്ങളും ഈ ലോകത്തിൽ നിലനിൽക്കുന്നില്ല എന്ന് അദ്ദേഹം പറയുന്നു. യഥാർത്ഥത്തിൽ രണ്ടും ഒന്നാണ്. ഭഗവത്ഗീത പറയുന്ന അതേ സത്തയാണ് ഹാർട്ട്ഫുൾനെസ് പറയുന്നത്. പക്ഷെ വ്യത്യാസമുണ്ട്. എന്താണ്? ഭഗവത്ഗീത ഒരു തത്വചിന്തയാണ്. ഹാർട്ട്ഫുൾനെസ് അതിൻ്റെ പ്രയോഗശാസ്ത്രമാണ് തത്വചിന്തയോടൊപ്പം. ഒന്ന് തത്വചിന്ത, മറ്റ് തത്വചിന്തയും പ്രയോഗശാസ്ത്രവും. അപ്പോൾ ഭഗവത്ഗീത എന്ന തത്വചിന്തയുടെ പ്രയോഗശാസ്ത്രമാണ് ഹാർട്ട്ഫുൾനെസ് എന്ന് പറഞ്ഞാൽ. അതാണ് ഏറ്റവും യോജിച്ച, നമുക്ക് ഇത് രണ്ടും തമ്മിൽ കണക്ട് ചെയ്യാവുന്ന സ്റ്റേറ്റ്മെന്റ് എന്ന് പറയും. താങ്ക് യു. നമസ്കാരം. താങ്ക് യു അങ്കിൾ. ഇപ്പോൾ വളരെ ഒരു പ്രേക്ഷകർക്ക് എല്ലാവരും കണ്ടിരുന്ന ഒരു ക്വസ്റ്റ്യനാണ് ഇത്. പ്രേക്ഷകരുടെ തന്നെ കിട്ടിയ ക്വസ്റ്റ്യനുമാണ്. അത് വളരെ ഇലോബറേറ്റായി അങ്കിൾ പറഞ്ഞു. എങ്കിലും വളരെ ഇതിനൊരു ക്രക്സായിട്ട് പറയുകയാണെങ്കിൽ അങ്കിൾ തന്നെ അതിനെ എൻ്റെ രജിസ്റ്റിലോട്ട് കൊണ്ടെത്തിച്ച് വളരെ ക്രിസ്പായിട്ട്. അത് എങ്ങനെയാണ് പറയുന്നത് പറയുമ്പം, ഹാർട്ട്ഫുൾനെസ്സിലും ഭഗവത്ഗീതയിലും പറയുന്ന കാര്യം കോൺസ്റ്റന്റ് റിമെമ്പറൻസ് തന്നെയാണ്, സർവീസ് ഇൻ മാസ്റ്റേഴ്സ് റിമെമ്പറൻസ്. പക്ഷേ ഒരെണ്ണം ഭഗവത്ഗീത എന്ന് പറയുന്നത് അതിൻ്റെ തിയറിയും, ഹാർട്ട്ഫുൾനെസ് എന്ന് പറയുന്നത് അതിൻ്റെ ഒരു പ്രാക്ടിക്കൽ അപ്രോച്ചും എന്നുള്ളതാണ് അതിൻ്റെ ഒരു ക്രക്സായിട്ട് ഒരു പ്രേക്ഷക എന്നുള്ള നിലയിൽ എനിക്ക് മനസ്സിലായത്. അപ്പം ഈ പറയുന്ന 2 എപ്പിസോഡും കാലോസ്മീനെ കുറിച്ച് അങ്കിൾ ഡിസ്ക്രൈബ് ചെയ്തപ്പോഴും ഇന്നത്തെ നമ്മുടെ ഹാർട്ട്ഫുൾനെസ്സും ഭഗവത്ഗീതയും തമ്മിലുള്ള ഒരു കണക്ഷനെ കുറിച്ച് പറഞ്ഞപ്പോഴും ഇതിൻ്റെ എല്ലാം അടിസ്ഥാനം എന്ന് പറയുന്നത് പ്രാക്ടീസിലൂടെ ഒരു അഭ്യാസിക്ക് കൈവരുന്ന നിരന്തര സ്മരണയാണ് എന്നാണ് ഒരു ജസ്റ്റായിട്ട് പറയാനായിട്ട് മനസ്സിലാക്കിയത് അങ്കിൾ. സോ താങ്ക് യു സോ മച്ച് ഇന്നത്തെ എപ്പിസോഡിന് വളരെ ഇലോബറേറ്റ് ആയിട്ട് ആൻസർ തന്നതിനെങ്കിൽ. അപ്പോൾ നമ്മൾ ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാണ്. പക്ഷേ ഇതിന് ശേഷം ഓഫ്ലൈനായിട്ട് നമ്മൾ ധ്യാനം തുടരും, അരമണിക്കൂർ ധ്യാനം. അതിനുശേഷം 9 o'clock 9 to 9:15 യൂണിവേഴ്സൽ പ്രെയർ കണ്ടിന്യൂ ചെയ്യും. അപ്പം എങ്ങനെയാണ് ഹാർട്ട്ഫുൾനെസ്സിൽ ധ്യാനം ചെയ്യേണ്ടതെന്ന് നോക്കാം. കണ്ണടച്ച് വളരെ മൃദുലമായി നമ്മുടെ ശ്രദ്ധയെ ഹൃദയത്തിലേക്ക് കൊണ്ടുവന്ന്, ഹൃദയത്തിൽ ഒരു ദിവ്യപ്രകാശമുണ്ടെന്നും
ആ പ്രകാശം നമ്മുടെ ഹൃദയത്തിലേക്ക് ആകർഷിക്കുന്നതായി അനുഭവിച്ച് ആ പ്രകാശത്തിൻ്റെ ശാന്തിയിലും സ്നേഹത്തിലും ഒഴുകി ആ ധ്യാനാവസ്ഥ കണ്ടിന്യൂ ചെയ്യാം. ഈ ധ്യാനിക്കുന്ന സമയത്ത് മനസ്സിൽ എന്തെങ്കിലും ചിന്തകൾ വരികയാണെങ്കിൽ തിരിച്ച് നമ്മളെ തന്നെ ഒന്ന് റിമൈൻഡ് ചെയ്യാം. നമ്മൾ ധ്യാനിക്കുകയാണ് ഹൃദയത്തിലുള്ള ദിവ്യപ്രകാശത്തിൽ എന്നുള്ള ഒരു സട്ടിൽ സജഷനോടുകൂടി അരമണിക്കൂർ ധ്യാനിക്കാം. അതിനുശേഷം യൂണിവേഴ്സൽ പ്രയർ. ലോകത്തുള്ള എല്ലാ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സിൻ്റെ ഹൃദയത്തിലും സഹോദരി സഹോദരന്മാരുടെ ഹൃദയത്തിലും സ്നേഹവും ഡിവോഷനും അതേപോലെ തന്നെ യഥാർത്ഥമായ വിശ്വാസവും വളരുന്നു എന്നുള്ളൊരു സങ്കല്പത്തോടെയും പ്രാർത്ഥനയോടുകൂടിയും 15 minutes യൂണിവേഴ്സൽ പ്രയറും ചെയ്യാം. നമുക്ക് 9 മണി വരെ ധ്യാനിക്കാം, സത്സംഗം. അത് കഴിഞ്ഞ് 9 തൊട്ട് 9:15 വരെ സർവ്വലൗകിക പ്രാർത്ഥന. ഈ സമയത്ത് നമ്മൾ യൂട്യൂബ് ഡിസ്കണക്ട് ചെയ്യാണ്. താങ്ക് യു. നമസ്കാരം. താങ്ക് യു.